മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞു കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചിന്നിന ബലിയാൽ ഉന്നത വെളിവാൽ ശാന്തി ജഗത്തിൽ വിതച്ചവയേ, മരണമടഞ്ഞു കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഈ ബലിയർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഈ ബലിവേദിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, ആശകൾ, അഭിലാഷങ്ങൾ എല്ലാം തന്നെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമാമിതം കൊറോണ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ ബലിവേദിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവരെയും ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കൊറോണ മൂലം മരണമടഞ്ഞ ഒത്തിരിയേറെ മക്കളുണ്ട്, അവരെല്ലാവരെയും ഓർക്കാം. അവർ തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും പുറത്ത് സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ ഈശോ നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ, കരുണയുടെ, പ്രത്യാശയുടെ ബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമെവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം, ശക്തി, മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം ഏർപ്പെട്ടു പോയി ഞങ്ങളെ സഹോദരർക്ക് നിത്യജീവനം പ്രദാനം ചെയ്യണമേ. മിശിഹായുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങളെ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ ആരാരെയോ
നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള നാലുഗ്രഹം പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിസ്ഥിരം സ്ഥിരകനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശ്രയിച്ചാൽ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധ്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിന് അർപ്പിക്കുവാനും നീ ഉദ്ബോധിപ്പിക്കുക. അവർ നന്മ ചെയ്യണം. സത്പ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവി ഭദ്രമായി അടിത്തറ പണിയട്ടെ. അല്ലയോ തിമോത്തിയോസേ, നിന്നെ ബലപ്പെടുത്തിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വർത്തഭാഷയിൽ നിന്നും വിജ്ഞാനവാസത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇവയെ അംഗീകരിക്കുക മൂലം ചിലർ വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാദാവേ, അരുൾ ചെയ്താലും ദാസ ശ്രവിക്കുന്നു. നാദാവേ, അരുൾ ചെയ്താലും ദാസ ശ്രവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 7 15 മുതലുള്ള തിരുവചനങ്ങൾ. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിലവർ കടച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസോത്സവത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ വേർപിരിഞ്ഞ് ഞങ്ങളുടെ സഹോദരനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഉദാഹരണ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉറപ്പിന്റെ മൊത്തത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീരത്തിനുള്ള പരിപോഷിപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെള്ളുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരണ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നതിനെതിരെ ആശ്വസിക്കുന്ന കാരണവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാവരെയും സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയും ഞങ്ങളെയും രോഗി ശുശ്രൂഷരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗം കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ അസുഖമായ ജനം മുഴുവനെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവ്വത്തിനെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതരാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെ ഒന്നായി നിൻ തിരുമുൻപിൽ കാഴ്ചയടയ്ക്കും നാദരവായി ദിവ്യമിടത്താൽ മധ്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. തദനുമതുപോൽ ആത്മജനം ദിവ്യ റുഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസെപ്പിനെയും സദരമൂർത്തിയിടാം പവനം ഈ ബലിയിൽ. നിങ്ങൾ
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാവരും നിൻ മഹിതോ താരത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതർ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസിന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസങ്ങളുടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങളുടെ നിങ്ങളിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥനയും സാക്ഷ്യവും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വം പറയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സ്ത്രീകളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിലോത്തെയും അതിന് സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യംശോളറ്റ് കുർബാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മാലാഖമാരുടെ മഹോന്നതര അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിസരം അരുവികളുമായ ക്രോവന്മാരും സാപ്രന്മാരും ചേർന്ന് നാഥന അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരത സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിലൂശാന, ദാവീദിൻ സുതനൂശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലൂശാന. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യും. ക്ലേശരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യ ദൈവത്തെ ആശുപുറം കാത്തിരിക്കുന്ന ഈ സ്നേഹ സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവിലും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ ദാമ്പൂരിമിച്ചുകൂടിപ്പോൾ തിരുസനം നിൽക്കുന്നു. ഞങ്ങളുടെ ദാതനക്ഷകമായി ശംസികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും മാന്യഭജനകവും പരിസ്ഥിതിയും ജീവദായകവും ദൈവമായ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചിതയാത്രോറും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിരപരിസ്ഥാൽ വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനീന അവിടുന്ന് ആവശ്യം ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും പരിസരത്തിനുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തില്ല അവിടെ വെച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിസ്ഥിതിയും ജീവദായകമായ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങളെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിസ്ഥിതവും ജീവദായകവും ദൈവമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവിശംസിഹായി നിരന്തരനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായകവുമായപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നു
സാമ്രാജ്യവും നേടും. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താവിനോട് സമീപിക്കാം. അനുതാപമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നങ്ങളും കലങ്ങളും വെടിഞ്ഞെന്നോട് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാവട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ അവന്റെ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സ്തുതനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപങ്ങളുടെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അങ്ങേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാന നീതിമാനമായ വിധി കർത്താവേ, ഞങ്ങൾ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങ് വലത്ത് പാകത്തെത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. അരൂപിയുള്ള ദിവികാരണം സ്വീകരിക്കേണ്ട സമയമാണ്. ചൊല്ലുതരുന്ന പ്രാർത്ഥന വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ഏറ്റുചൊല്ലിക്കൊണ്ട് അരൂപിലുള്ള ദിവികാരണം നമുക്ക് സ്വീകരിക്കാം. എന്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേനിൽ സന്നിഹിതൻ എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത്.
ഈശോയും ഞാനും ഒന്നായിത്തീരും ആനന്ദ സായുജ്യ നിമിഷം. അൾത്താരമുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധ്യ സുന്ദര നിമിഷം. ഈശോയും ഞാനും ഒന്നായിത്തീരും ആനന്ദ സായുജ്യ നിമിഷം. അൾത്താരമുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധ്യ സുന്ദര നിമിഷം. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്ത്രോവും പരിശുദ്ധവും ജീവിതായ ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരായ നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി നിറഞ്ഞ് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്ത്രീവും പരിസ്ഥവും ജീവദായകം ദൈവമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനായ കാണ്യപുറം നിനക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവൃതിന്റെ പ്രതീക്ഷയായ മിശിഹായും സ്ത്രീവും പരിസ്ഥവും ജീവദായകം ദൈവമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ നല്ല ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാവനമങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥാപാനവയാചനകൾ കൈക്കൊള്ളണമൈ കനിയോടെ. ബലികളും അതുപോൽ കാഴ്ചകളും കൃപയുടെ തൃക്കൺ പാർത്തെന്നും മൃതരുടെ ഭാവം നീക്കണമേ. വാനവരാജ്യം നൽകണമേ. തിരുവലിയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനി ഒരു വിലയിപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്നറിഞ്ഞുകൂടാ. നീതിമാനായ ദാതാ, മാർയൗസേ പുണ്യദാതാ, മാനവരാദരവാ കീർത്തിക്കും പുണ്യദാതാ, ചോദിപ്പോർക്കെന്തും നൽകി ആശകൾ തീർത്തിടുന്ന ഈശോതൻ സ്നേഹദാതാ, കാരുണ്യമേകിടണേ. ആശ്രയം തേടിയങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർത്തരെ കൈവിടാതെ കാത്തു പാലിക്കദാതാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അവളുടെ ഭർത്താവായ ഔസേപ്പ് നീതിമാനായിരുന്നു. അവളെ പ്രീതിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായ അദ്ദേഹത്തെ അറിയിച്ചു. ദാവീദിന്റെ പുത്രനായ യോസേപ്പേ, അങ്ങയുടെ ഭാര്യ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട.
അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിസ്ഥാത്മാവിന്റെ പ്രവർത്തനം താനാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, ശിശുവിനെ യേശു എന്ന് പേരിടണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ യോസേപ്പേ, കുറ്റമില്ലാതിരിക്കുന്ന ഈശ്വരശിയായും കന്യകളുടെ മംഗളമാകുന്ന നിർമ്മല കന്യാമറിയവും അങ്ങേ വിശ്വാസമുള്ള സൂക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടുവല്ലോ. ഈശോ പറയുന്ന പ്രിയപ്പെട്ട പണയത്തെ കുറിച്ച് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നത് അശുദ്ധിയൊക്കെ നിന്നെ കാത്ത് ശുദ്ധഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കരകൂടാത്ത ആത്മാവോടും കൂടി ഈശ്വരശിയായിരിക്കും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ ലഭിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിസ്ഥാത്മാനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ദേവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മറിയം കടിഞ്ഞിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല. ഈശോയുടെ പേര് അവർ പുത്രന് നൽകുകയും ചെയ്തു. വിവേകിയും തിരുകുടുംബത്തിന്റെ കാവൽക്കാരനുമായ യൗസേപ്പേ, അങ്ങേക്കുണ്ടായ അനന്തങ്ങളെ സംയുക്തതയോടെയും ദുഃഖങ്ങളെ സന്തോഷത്തോടും കൂടി അങ്ങ് സ്വീകരിച്ചല്ലോ. അനാവശ്യ അനന്തങ്ങൾ കൊണ്ടും പരസ്പര ബന്ധങ്ങൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശദീകരിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള നടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവേഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. ക്ലേശങ്ങൾ സൈന്യവും ഉത്കണ്ഠകൾ സംയുക്തതയും സംശയങ്ങൾ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവിനും പുത്രനും പരിസ്ഥാത്മാനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രതിഷ്ഠനായ യൗസേപ്പിനോട് കൽപ്പിച്ചു, നീ എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ അറിയിക്കുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹെരോദീസ് രാജാവ് ഉണ്ണിയെ നശിപ്പിക്കുവാൻ ഉടൻ അന്വേഷിക്കും. ആ രാത്രി തന്നെ യൗസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഹെരോദീസിന്റെ മനം വരെ അവിടെ പാർക്കുകയും ചെയ്തു. ഈശോ മിശിഹായുടെ സംരക്ഷകനും പിതാവായ യോസേപ്പേ, ദിവ്യശിശുവിന് വേണ്ടി വിളിച്ച് അന്വേഷിച്ചും അവിടുത്തെ രക്ഷിക്കുവാൻ വേണ്ടി വിളിച്ചുകൂടിയും അവിടുത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി മറുപടി ചെയ്തും രാത്രികൾ അധ്വാനിച്ച അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിച്ചുകൊള്ളണമേ. സഭാമറ്റങ്ങളിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിസ്ഥാത്മാനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. ഹെരോദോസ് മരിച്ച ഉടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രതിഷ്ഠനായി അരുളി ചെയ്തു, നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ ഒതുക്കാനിരുന്നവൻ മരിച്ചു കഴിഞ്ഞു. യോസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു. ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ദിവ്യശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത നിങ്ങളുടെ പിതാവുമായ യോസേപ്പേ, ഒരുങ്ങാത്തതും ദൈവിഷ്ടപ്രസാദമല്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ എന്ന തിരുനാമം വിളിച്ചുകൊണ്ടും പാപത്തെ കുറിച്ച് മനസ്സരിച്ചുകൊണ്ടും മനപ്രാപിക്കാനുള്ള അനുഗ്രഹം രോഗികളുടെ ആശ്രയവും ആശ്രമങ്ങളുടെ മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്ലൗസ് യൂദയായിലെ രാജാവായി വാഴ്ച നടത്തുന്ന യൗസേപ്പ് പറഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേപ്പ് ഭയപ്പെട്ടു. ഗലീല ദേശത്തേക്ക് പോകുവാൻ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസ്രത്ത് നഗരത്തിൽ വാസമുറപ്പിച്ചു. ഈശ്വരശിയായ നസറായൻ എന്ന് വിളിക്കുമെന്ന പ്രവചനം അങ്ങനെ നിറവേറി. തിരുക്കുടുംബത്തിലെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ അധ്വാനം കൊണ്ട് ദൈവസുതനെയും മാതാവിനെയും കാത്തുപരിപാലിച്ചാലും വേലക്കാരുടെ മാതൃകയുമായ യോസേപ്പേ, അങ്ങ് സഹിച്ച പീഡകളെയും അങ്ങ് തൂക്കിയെടുപ്പുകളിലെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനായ അങ്ങ് എളിയവരായ ഞങ്ങളെ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമ്മാനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം പ്രത്യേകമായിട്ടും നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം തന്നെ വിശ്വസ പിതാവിലൂടെ ഈശോയ്ക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭർത്താവേ, അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങയുടെ മാധ്യസ്ഥ്യം യാചിക്കുകയും ചെയ്ത യാതൊരുത്തനെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടുള്ളവരണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അങ്ങേ പക്കലൂടെ എത്തി അങ്ങേ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു. ലോകരക്ഷനായ മിശിഹായുടെ വലത്തുപിതാവേ, എന്നിലെ പ്രാർത്ഥന തെറ്റിക്കാതെ ദയാപൂർവ്വം ശ്രമിച്ച് സാധിച്ചിടണമേ. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥീകർത്താവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തിരുകുടുംബത്തിന്റെ സംരക്ഷകനും ഈശോ മിശിഹായുടെ വളർത്തുപിതാവുമായ മാറിയ യോസേഫേ, ദൈവനീതിയാൽ അങ്ങ് ജീവിതത്തെ ധന്യമാക്കിയല്ലോ. ഗർഭിണിയായ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ സംഘിച്ചപ്പോഴും ഉണ്ണീശോയെ സംരക്ഷിക്കുവാൻ അന്യദേശത്തേക്ക് ഒളിച്ചോടേണ്ടി വന്നപ്പോഴും പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അങ്ങേ ഉലച്ചപ്പോഴും ദൈവത്തിന്റെ പരിപാലനയുടെ കരങ്ങൾ ദർശിച്ച് അനുസരണയോടെ ദൈവം നിറവേറ്റി അങ്ങ് ജീവിതത്യം പൂർത്തിയാക്കി. വേദനയാലും ക്ലേശങ്ങളാൽ ഞങ്ങൾ വലയുമ്പോൾ ദൈവപരിപാലനെ പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ ദാനങ്ങളെ ഉപയോഗപ്പെടുത്തി അങ്ങേപോലെ അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമാകട്ടെ. പരസ്പരം സ്നേഹിച്ചും സൂക്ഷിച്ചും തെറ്റുകൾ ക്ഷമിച്ചും കുടുംബത്തിലും സമൂഹത്തിലും ഞങ്ങൾ സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശ്വാസ പിതാവിന്റെ സംരക്ഷണവും മധ്യസഹായവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോതൻ പാലക യോസേഫേ, മഹാത്മാ മഹാത്മാ മഹാത്മാ, കരയറ്റ കന്യകയമ്മയെയും പരമപിതാവിൻ കുമാരനെയും പരിരക്ഷ ചെയ്തു വസിച്ചവനെ, കരുണയോടൊരു മരുളണമേ. മാലാഖമാരുടെ ഭൂഷണമാ ചീലടും വിമലതയാലിനങ്ങൾ മാനഗണവനിൽ വാണിടുമാ. പാലനമരുളുക ഗുരുവരമേ, അമല മനോഹരി പേരിയും തൻ അരുമകുമാരമേശുമായി അന്തിമ നിമിഷമടുത്തിടുമ്പോൾ അരുകിലടങ്ങിടണേ കൃപയാ. ഈശോ